Hi dear students, welcome to Innovations Technical Institute. QSAT BTech LET 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. QSAT എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു മെയിൻ യൂണിവേഴ്സിറ്റിയാണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. QSATന്റെ അണ്ടറിൽ 2 എഞ്ചിനീയറിംഗ് കോളേജുകളാണ് കേരളത്തിലുള്ളത്. അതിൽ ഒന്നാമത്തത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കളമശ്ശേരി ക്യാമ്പസ് 1, ഇതാണ് മെയിൻ ക്യാമ്പസ്. രണ്ടാമത്തത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട് ക്യാമ്പസ് 2. അപ്പോൾ ഈ 2 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ബിടെക് ലാറ്ററൽ എൻട്രി സ്കീം ഉണ്ട്. ബിടെക് ലാറ്ററൽ എൻട്രി സ്കീം എന്ന് പറഞ്ഞാൽ പോളിടെക്നിക് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് ബിടെക് 4 വർഷം പഠിക്കേണ്ട 3 വർഷം പഠിച്ചാൽ മതി. അവർക്ക് ബിടെക് സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടും. ഇതിനെയാണ് ബിടെക് ലാറ്ററൽ എൻട്രി സ്കീം എന്ന് പറയും. അപ്പോൾ ബിടെക് ലാറ്ററൽ എൻട്രി സ്കീമിലൂടെ പോളിടെക്നിക് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് ബിടെക് സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു എൻട്രൻസ് എക്സാം എഴുതണം. അതാണ് ബിടെക് ലെറ്റ്, ബിടെക് ലാറ്ററൽ എൻട്രി ടെസ്റ്റ്. അപ്പോൾ ക്യുസാറ്റിന്റെ ഈ ഒരു ടെസ്റ്റിനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും? അപ്പോൾ 3 വർഷം പോളിടെക്നിക് ഡിപ്ലോമ പഠിച്ചവർക്കും അതേപോലെ 2 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ പഠിച്ചവർക്കും ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇതിൽ പോളിടെക്നിക് ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. അപ്പോൾ അതിൽ 2 വർഷം പഠിക്കുന്നവരെന്ന് പറഞ്ഞാൽ പോളിടെക്നിക്കിലും ലാറ്ററൽ എൻട്രി സ്കീം ഉണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ച സ്റ്റുഡൻസ് പോളിടെക്നിക് സെക്കൻഡ് ഇയറിലായിരിക്കും ഡയറക്റ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക. അവർ 2 വർഷം കൊണ്ട് പോളിടെക്നിക് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അവർക്കും ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാം. പിന്നെ അതേപോലെ സിപ്പെറ്റിൽ 3 വർഷത്തെ ഡിപ്ലോമ പഠിച്ചവർക്ക്, സിപ്പെറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇവിടെ 3 വർഷത്തെ പ്ലാസ്റ്റിക് ടെക്നോളജി, പ്ലാസ്റ്റിക് മൗൾഡ് ടെക്നോളജി ഒക്കെ പഠിച്ചവർക്കും ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിന്, ഇപ്പോൾ ഫൈനൽ ഇയർ അഥവാ S6 പഠിക്കുന്ന സ്റ്റുഡൻസിനും ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 60% മാർക്ക് വേണം. പിന്നെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 25 ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ 2 എഞ്ചിനീയറിംഗ് കോളേജുകളാണ് ക്യുസാറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. അതിന് പുറമെ നമുക്കറിയാം കേരളത്തിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുണ്ട്. അപ്പോൾ ഈ കോളേജുകളൊക്കെ വരുന്നത് APJ KTU കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. അപ്പോൾ അതിൻ്റെ ലെറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ അപ്ലിക്കേഷൻ വിളിച്ചിട്ടില്ല, അത് ഉടനെ തന്നെ വിളിക്കും. അത് കണ്ടക്ട് ചെയ്യുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി സ്കീമിലൂടെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ KTUവിൻ്റെ ബിടെക് ലെറ്റ് എൻട്രൻസ് എക്സാം എഴുതണം. അപ്പോൾ KTUവിൻ്റെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ മാക്സിമം ഏജ് ഇല്ല, ഏത് ഏജിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ക്യുസാറ്റിൽ മാക്സിമം ഏജ് വരുന്നത് 25 ഇയേഴ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ എൻട്രൻസ് എക്സാമിൻ്റെ സിലബസിൽ നമുക്ക് പോളിടെക്നിക്കിലെ സബ്ജക്റ്റുകളോ അല്ലെങ്കിൽ +2 സബ്ജക്റ്റുകളോ അല്ല വരുന്നത്. ബിടെക് ഫസ്റ്റ് ഇയറിലെ സെലക്ടഡ് സബ്ജക്റ്റാണ് വരുന്നത്. ബിടെക് ഫസ്റ്റ് ഇയറിലെ സെലക്ടഡ് സബ്ജക്റ്റുകളും പിന്നെ ഇംഗ്ലീഷാണ് വരുന്നത്. കാരണം ഇവിടെ നിങ്ങൾ ബിടെക് ഫസ്റ്റ് ഇയർ പഠിക്കുന്നില്ല, ഡയറക്റ്റ് സെക്കൻഡ് ഇയറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ബിടെക് ഫസ്റ്റ് ഇയറിലെ സെലക്ടഡ് പേപ്പേഴ്സ് പഠിക്കണം. എന്നാലേ ഈ ഒരു എൻട്രൻസ് എക്സാമിന് നമുക്ക് നല്ല റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല റാങ്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ല കോഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ഈ സെലക്ടഡ് പേപ്പേഴ്സ് നോക്കാം. അതിൽ ഒന്നാമത്തത് മാത്തമാറ്റിക്സ് ആണ്. മാത്സിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് ആണ് ക്യുസാറ്റ് ലെറ്റ് എക്സാമിന് ഉണ്ടാവുക. പിന്നെ ജനറൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ 5 കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ പഠിക്കണം. ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇത് ബിടെക് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൻ്റെയും ബേസിക് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എൻട്രൻസ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം. ഇതിൽ സിവിലിന് 10 ക്വസ്റ്റ്യൻ, മെക്കാനിക്കൽ 10 ക്വസ്റ്റ്യൻ, ഇലക്ട്രിക്കൽ 10 ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 10 ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ സയൻസ് 10 ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണ് വരിക. പിന്നെ വരുന്ന സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഫിസിക്സ് റിലേറ്റഡ് പേപ്പറാണ്. 40 ക്വസ്റ്റ്യൻസ് ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്ന് ചോദിക്കുക. അപ്പോൾ ഈ സബ്ജക്റ്റുകളൊക്കെ നമുക്ക് KTU ബിടെക് ലെറ്റിൻ്റെ സിലബസിലുണ്ട്. പിന്നെ അടുത്ത സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് നമുക്ക് KTUവിനുള്ള ക്യുസാറ്റിന് മാത്രം വരുന്ന സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. 40 ക്വസ്റ്റ്യൻസ് ആണ് ക്യുസാറ്റിൻ്റെ ലെറ്റ് എൻട്രൻസ് എക്സാമിന് ഉണ്ടാവുക. പിന്നെ ഇംഗ്ലീഷിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ആണ് ക്യുസാറ്റിൻ്റെ ലാറ്ററൽ എൻട്രി ടെസ്റ്റിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തം നമ്മൾ 5 സബ്ജക്റ്റുകൾ പഠിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 200 ആണ്. പിന്നെ നമ്മുടെ എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 3 മണിക്കൂറാണ്. ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ 4 മാർക്കാണ് വരിക. അപ്പോൾ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 ആണ്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കി കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 × 4 40 മാർക്ക് കിട്ടും.
ഇനി നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നിങ്ങളൊരു 5 ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റിനും 1 മാർക്ക് വെച്ചിട്ട് കുറക്കും. അങ്ങനെ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ -5. അപ്പോൾ 40 കിട്ടേണ്ടത് നിങ്ങൾക്ക് 35 കിട്ടുള്ളൂ. അപ്പോൾ ക്യുസാറ്റിൻ്റെ ഈ ഒരു ലെറ്റ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് കറക്കി കുത്തി കഴിഞ്ഞാൽ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിയ മാർക്കിൽ നിന്ന് മാർക്ക് കുറയും. KTUവിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, പക്ഷേ ക്യുസാറ്റിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഈ എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അറിയാത്ത ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുക. കാരണം നിങ്ങളെ ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യൻ തെറ്റിയാലും ഈച്ച് റോങ് ആൻസർ 1 മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ്. ഓക്കെ, ഇനി ഇവിടെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള സൈറ്റ് ക്യുസാറ്റിന്റെ admissions.cusat.ac.in എന്നുള്ള വെബ്സൈറ്റിലാണ്. അപ്ലിക്കേഷൻ ഫീ വരുന്നത് 1500 ആണ്. അപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത് 27/1/2026, ലാസ്റ്റ് ഡേറ്റ് 5/3/2026. അപ്പോൾ മാർച്ച് 5 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക, ലാസ്റ്റിലോട്ട് നിൽക്കണ്ട. ഇനി ഇത് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. എക്സാമിന്റെ ഡേറ്റ് 11th May 2026 ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. KTUവിൽ നമുക്ക് OMR ബേസ്ഡ് ടെസ്റ്റ് ആണ്. നിങ്ങൾ OMR ബബിൾ ചെയ്തിട്ടാണ് KTUവിന്റെ ലെറ്റ് എക്സാം എഴുതുക. പക്ഷേ ഇവിടെ ക്യുസാറ്റിൻ്റെത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നിങ്ങളൊരു കമ്പ്യൂട്ടർ ഹാളിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ എക്സാം എഴുതുക. അപ്പോൾ കമ്പ്യൂട്ടറിൽ ക്വസ്റ്റ്യൻ വരും, നിങ്ങൾ കറക്റ്റ് ആൻസർ അതിൽ സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് എക്സാം വരുന്നത്. ഇനി എക്സാമിന്റെ ടൈം May 11 ഉച്ചയ്ക്ക് ശേഷമാണ്. 2:30 to 5:30 ആണ് എക്സാമിന്റെ ടൈം വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ പിന്നെ നമ്മൾ പറഞ്ഞു 2 എഞ്ചിനീയറിംഗ് കോളേജുകളാണ് ക്യുസാറ്റിന്റെ അണ്ടറിൽ വരുന്നത്. മെയിൻ ക്യാമ്പസ് കളമശ്ശേരിയുള്ള, പിന്നെ രണ്ടാമത്തെ ക്യാമ്പസ് കുട്ടനാടുള്ള. ഈ 2 കോളേജുകളിൽ നിങ്ങൾ ലാറ്ററൽ എൻട്രി സ്കീമിലൂടെ അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എത്രയാണ് ഫീസ് അടക്കേണ്ടത്, ട്യൂഷൻ ഫീസ് എത്രയാണെന്ന് നോക്കാം. അതിൽ 2 ടൈപ്പ് സീറ്റ് ഉണ്ട്. ഇപ്പോൾ ലെറ്റ് സ്റ്റുഡൻസിന് ഉള്ള സീറ്റിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. പകുതി സീറ്റ് സ്റ്റേറ്റ് മെറിറ്റ്, പകുതി സീറ്റ് ഓൾ ഇന്ത്യ മെറിറ്റ്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വരുന്നത് 28,800 ആണ്. ഇത് ഒരു വർഷത്തേക്കല്ല, ഒരു സെമസ്റ്ററിനാണ് 28,800. ഇതിൽ 2 ബ്രാഞ്ചിന് ഇത്ര ഫീസ് വരുന്നില്ല. നമുക്ക് ഇപ്പോൾ സിവിൽ, മെക്ക്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഇതിനൊക്കെ 28,800 ആണ് വരുന്നത്. 2 ബ്രാഞ്ചിന്, അതായത് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, അതേപോലെ പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതിന് 20,000 താഴെയാണ് ഫീസ് വരുന്നത്. ബാക്കി എല്ലാ ബ്രാഞ്ചിനും ഒരു ഫീസാണ്. പിന്നെ ഓൾ ഇന്ത്യ മെറിറ്റ് ആണെങ്കിൽ 55,000 ആണ് ഒരു സെമസ്റ്ററിന് വരും. അപ്പോൾ നിങ്ങൾ 3rd സെമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ, സെക്കൻഡ് ഇയറിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഫീസുകൾ വരും. യൂണിവേഴ്സിറ്റി ഫീസ്, ബസ് ഫീസ്, ലൈബ്രറി ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഒരു 30 to 35K നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിലും ഒരു 60 to 62K ഏകദേശം പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ ആ സമയത്ത് കോളേജിൽ കോൺടാക്ട് ചെയ്താൽ അവർ കറക്റ്റ് പറഞ്ഞു തരും. പിന്നെ ഓരോ സെമസ്റ്ററും വരുന്ന ഫീസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഇവിടെ നമുക്ക് ലെറ്റിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BTech ഫസ്റ്റ് ഇയറിൽ എത്ര സീറ്റാണോ അതിൻ്റെ 10% സീറ്റാണ് ലെറ്റ് സ്റ്റുഡൻസിന് ഉണ്ടാവുക. അതായത് BTech ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ ഒരു ബ്രാഞ്ചിന്, ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിങ്ങിന് BTech ഫസ്റ്റ് ഇയറിൽ 60 സീറ്റ് ആണെങ്കിൽ സെക്കൻഡ് ഇയർ ആവുമ്പോൾ അതിൻ്റെ 10% ആഡ് ചെയ്യും ഇതിൻ്റെ കൂടെ. അപ്പോൾ 60യുടെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. അപ്പോൾ ടോട്ടൽ 66 സീറ്റ് വരും. ഇത് ലെറ്റ് സ്റ്റുഡൻസിനുള്ളതാണ്. ഇനി ഇതിനെ വീണ്ടും 2 ആക്കും. 3 സ്റ്റേറ്റ് മെറിറ്റും 3 ഓൾ ഇന്ത്യ മെറിറ്റും. അപ്പോൾ 3 സീറ്റ് സ്റ്റേറ്റ് മെറിറ്റ്, 3 ഓൾ ഇന്ത്യ മെറിറ്റ്. അപ്പോൾ ഈ 2 സീറ്റിലോട്ടും കേരളത്തിലുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റിലോട്ടും അപ്ലൈ ചെയ്യാം, ഓൾ ഇന്ത്യ മെറിറ്റിലോട്ടും അപ്ലൈ ചെയ്യാം. പക്ഷേ വ്യത്യാസം നമ്മൾ നേരത്തെ കണ്ടു. ഓൾ ഇന്ത്യ മെറിറ്റിൽ ഫീസ് വളരെ കൂടുതലാണ്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ ക്യുസാറ്റിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാമിന് നല്ല റാങ്ക് വേണം. ഓക്കെ, പിന്നെ അതേപോലെ ഫസ്റ്റ് ഇയറിൽ വേക്കൻ്റ് ആയി കിടക്കുന്ന സീറ്റ്, അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 60 സീറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലൊരു 2-3 സീറ്റ് വേക്കൻ്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ലെറ്റ് സ്റ്റുഡൻസിന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ വേക്കൻ്റ് ആയി കിടക്കുന്ന സീറ്റും കൂടെ ലെറ്റ് സ്റ്റുഡൻസിനുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ടോട്ടൽ സീറ്റിൻ്റെ, ലെറ്റിൻ്റെ ടോട്ടൽ സീറ്റിൻ്റെ പകുതി 50% സ്റ്റേറ്റ് മെറിറ്റും 50% എന്താണ് ഓൾ ഇന്ത്യ മെറിറ്റുമാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ 2 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഓരോ ബ്രാഞ്ചിനും അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് മെയിൻ ക്യാമ്പസിൽ 9 സീറ്റാണ് വരുന്നത്. രണ്ടാമത്തെ കുട്ടനാട് ക്യാമ്പസിൽ 6 സീറ്റ്, അങ്ങനെ 15 സീറ്റാണ് സിവിൽ എഞ്ചിനീയറിംഗിനുള്ളത്. രണ്ടാമത്തെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മെയിൻ ക്യാമ്പസിൽ 14 സീറ്റ്, കുട്ടനാട് ക്യാമ്പസിൽ 12 സീറ്റ്, ടോട്ടൽ 28 സീറ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വരുന്നത് കമ്പ്യൂട്ടർ സയൻസിനാണ്, ടോട്ടൽ 28 സീറ്റ് വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 6 12 സീറ്റാണ് വരുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 9 15 സീറ്റാണ് വരുന്നത്. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി IT 9 15 സീറ്റ്.
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെയിൻ ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ 9 സീറ്റ്. അതേപോലെ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് മെയിൻ ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ 6 സീറ്റ്. അപ്പോൾ ഇത് നല്ല പ്ലേസ്മെന്റ് നടക്കുന്ന ഒരു ബ്രാഞ്ചാണ് സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്. നല്ല റാങ്ക് വേണം ഫയർ ആൻഡ് സേഫ്റ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ 6 സീറ്റാണ് മെയിൻ ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് ഈ വർഷം മെയിൻ ക്യാമ്പസിൽ വന്ന ബ്രാഞ്ചാണ്. അപ്പോൾ ഈ വർഷം വന്നതായതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഉണ്ടാവുള്ളൂ, സെക്കൻഡ് ഇയർ ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത വർഷത്തെ ലെറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ബിടെക് ലെറ്റ് 2027. അപ്പോൾ ഇപ്രാവശ്യം സീറ്റില്ല. പിന്നെ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് 4 സീറ്റ്, അതേപോലെ പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 2 സീറ്റ്. അപ്പോൾ ഇതൊക്കെ മെയിൻ ക്യാമ്പസിൽ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ക്യുസാറ്റിന്റെ admissions.qsat.ac.in എന്നുള്ള വെബ്സൈറ്റിൽ കയറും. ഇവിടെ നിങ്ങൾക്ക് കാണാം CAT 2026 രജിസ്ട്രേഷൻ. ക്യുസാറ്റ് ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ ഒരുമിച്ചാണ് നടത്തുന്നത്. അതിൽ ബിടെക് ലെറ്റ്, ബിടെക്, LLB, MCA ഒരുപാട് എക്സാമുകൾ ഉണ്ട്. അപ്പോൾ അതിനെ കോമൺ ആയിട്ട് CAT എന്നാണ് പറയുക, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. ഇവിടെ രജിസ്ട്രേഷൻ അപ്ലൈ ഹിയർ എന്ന് പറഞ്ഞാൽ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ പിന്നെ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങളെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇത് ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. ഇത് പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പേരിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ SLC ബുക്കിലുള്ള അതേപോലെ തന്നെ നിങ്ങളെ പേര് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിങ്ങളെ പേര് കൊടുക്കുക, പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ മൊബൈൽ നമ്പർ കൺഫേം ചെയ്തതിന് ശേഷം ഇവിടെ ജനറേറ്റ് OTP എന്ന് പറഞ്ഞ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ മൊബൈൽ നമ്പർക്ക് ഒരു OTP വരും. OTP വെരിഫൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ഇമെയിൽ ID കൊടുക്കുക, ഇമെയിൽ ID കൺഫേം ചെയ്യുക. ഇനി അടുത്ത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടേഴ്സ് ആൻഡ് ഇൻക്ലൂഡ് അപ്പർ കേസ്, ലോവർ കേസ്, നമ്പർ ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഇവിടെ പറയുന്നുണ്ട് കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഓർ ഐഡന്റിക്കൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. ഇപ്പോൾ ചിലർ പേര് @123 എന്നൊക്കെ കൊടുക്കും, അത് അക്സെപ്റ്റഡ് അല്ല. അപ്പോൾ നിങ്ങൾ നല്ലൊരു സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ പുതിയ പാസ്വേഡ് നിങ്ങൾ പുതുതായിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അത് മറക്കാൻ പാടില്ല. പാസ്വേഡ് കൺഫേം ചെയ്യുക, എന്നിട്ട് ഇവിടെ ക്യാപ്ച കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ മെസ്സേജ് വരും, ദ ആക്ടിവേഷൻ ലിങ്ക് ഈസ് സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് ഇമെയിൽ, ക്ലിക്ക് ഓൺ ദ ആക്ടിവേഷൻ ലിങ്ക് ടു പ്രൊസീഡ് വിത്ത് ആപ്ലിക്കേഷൻ പ്രോസസ്. നിങ്ങളെ ഇൻബോക്സിൽ ആക്ടിവേഷൻ ലിങ്ക് കണ്ടില്ലെങ്കിൽ നിങ്ങൾ മെയിലിൽ ജിമെയിൽ സ്പാം ഫോൾഡർ ഉണ്ട്, അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് ആക്റ്റീവ് ചെയ്യണം, അല്ലെങ്കിൽ അത് എന്താവും എക്സ്പയർ ആവും. അപ്പോൾ നിങ്ങളെ മെയിൽ ചെക്ക് ചെയ്യാം. ഇപ്പോൾ മെയിലിൽ ഒരു ലിങ്ക് വരുമ്പോൾ ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആക്റ്റീവ് ആവും. എന്നിട്ട് നിങ്ങൾ ലോഗിൻ കൊടുക്കുക. ഇപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഇമെയിൽ ID നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ഇപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം 10 സ്റ്റെപ്പാണ്. ജനറൽ ഇൻസ്ട്രക്ഷൻ, രജിസ്ട്രേഷൻ ഇൻസ്ട്രക്ഷൻ, പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക, റിസർവേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക, ഫോട്ടോ സൈൻ അപ്ലോഡ് കൊടുക്കുക, പ്രോഗ്രാം സെലക്ഷന്, ഷോർട്ട് പ്രിവ്യൂ, പേയ്മെൻറ്റ്, സെൻറ്റർ സെലക്ഷന്, ഫൈനൽ പ്രിവ്യൂ, ഫൈനൽ സബ്മിറ്റ്. ഇവിടെ ജനറൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് വായിച്ചു നോക്കുക. പിന്നെ ഇവിടെ ക്ലിക്ക് ഹിയർ ടു ചെക്ക് ദ ലിസ്റ്റ് ഓഫ് ടെസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ക്യുസാറ്റിൻ്റെ ടെസ്റ്റ് നടത്തുന്ന സെൻറ്റേഴ്സ്. അപ്പോൾ ഇതിൽ ഓരോ ജില്ലയിലും ഓരോ സെൻറ്ററുകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, എൻ്റെ കാസർഗോഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ലെറ്റാകെ ഒരു 600-700 പേരെ എഴുതുള്ളൂ. പക്ഷേ നമ്മൾ കൂടെ എക്സാം എഴുതാൻ ഈ ബാക്കി, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ക്യുസാറ്റ് ഒരുപാട് എൻട്രൻസുകളാണ് ഒരുമിച്ച് നടത്തുന്നത്. LLB, BSc, PhD-ൻ്റെത്, BTech-ൻ്റെത്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇതിന് അപ്ലൈ ചെയ്യും. അപ്പോൾ സെൻറ്റർ ചിലപ്പോൾ ഫില്ലാവും. ചിലപ്പോൾ നിങ്ങൾ എറണാകുളമാണ് നിങ്ങൾ വീട്, നിങ്ങളത് ഇപ്പോൾ അപ്ലൈ ചെയ്യാതെ ലാസ്റ്റ്, കാരണം മാർച്ച് വരെ സമയമുണ്ട്, ഇപ്പോൾ അപ്ലൈ ചെയ്ത് നിൽക്കണം. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എറണാകുളം ചിലപ്പോൾ സീറ്റ് ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അടുത്ത ജില്ലകളിലോ അല്ലെങ്കിൽ വേറെ ദൂരെ എവിടെയെങ്കിലും പോയി എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് അവോയ്ഡ് യൂസിങ് ബാക്ക് ആൻഡ് റീലോഡ് ബട്ടൺസ്. പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ നമ്മളെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, അതിൻ്റെ സൈസും പിക്സൽസും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം, ഇവിടെ സെൽഫീസ് പറ്റില്ല. പിന്നെ ഫയൽ സൈസ് ഫോട്ടോയുടെ 150, മാക്സിമം 500 KB, അതിൻ്റെ റെസൊല്യൂഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അക്ഷയ CSC സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് ചെയ്തു തരും. നിങ്ങൾക്ക് സ്വന്തം ചെയ്യാനറിയെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിൽ നിന്ന് ചെയ്യാം. അതേപോലെ സിഗ്നേച്ചറിൻ്റെ സൈസ് പറയുന്നുണ്ട്, അതിൻ്റെ മിനിമം മാക്സിമം റെസൊല്യൂഷൻ പറയുന്നുണ്ട്, അതിൻ്റെ ഫോർമാറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ അപ്ലൈ പോകുന്ന സമയത്ത് നിങ്ങൾ ഫോട്ടോ സിഗ്നേച്ചർ റെഡി ആയിരിക്കണം. ഓക്കെ, ഇവിടെ ഇങ്ങനെ കാണാം അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞ് കാണാം. ഒരുപാട് എക്സാമുകളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളത് വരുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആണ്. BTech പ്രോഗ്രാംസ്, BTech ലാറ്ററൽ എൻട്രി പ്രോഗ്രാംസ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊസീഡ് കൊടുക്കുക.
അപ്പോൾ ഇവിടെ നമ്മളെ പേരുണ്ടാവും, പിന്നെ നമ്മളെ മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, ആധാർ നമ്പർ, ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ കൊടുക്കുക. പിന്നെ നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, പിൻകോഡ് ഇത്രയും കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇനി അടുത്തത് റിസർവേഷൻ ഡീറ്റെയിൽസ് കൊടുക്കലാണ്. അപ്പോൾ ഇവിടെ നാഷണാലിറ്റി ഫസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ ഡു യു ഹാവ് കേരളൈറ്റ് സ്റ്റാറ്റസ്, എസ് കൊടുക്കുക. കേരളത്തിലുള്ളവരാണെങ്കിൽ എസ് കൊടുക്കുക. പിന്നെ ആനുവൽ ഫാമിലി ഇൻകം ചോദിക്കുന്നുണ്ട്, അത് പിന്നെ കൊടുക്കുക. നിങ്ങളുടെ റേഷൻ കാർഡിൽ എത്രയാണോ അത്രയും നോക്കിയിട്ട് കൊടുക്കുക. പിന്നെ റിസർവേഷൻ കാറ്റഗറി കൊടുക്കുക. അപ്പോൾ ജനറൽ, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, OBC, SC, ST എന്ന് പറഞ്ഞ് കാണാം. ജനറൽ ആണെങ്കിൽ ജനറൽ കൊടുക്കുക, OBC ആണെങ്കിൽ OBC കൊടുക്കുക. OBC ആണെങ്കിൽ അതിൻ്റെ സബ് കമ്മ്യൂണിറ്റി ചോദിക്കും, അപ്പോൾ അത് കൊടുക്കുക. പിന്നെ അപ്പോൾ OBC റിസർവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ വരണം. അപ്പോൾ ഡു യു ബിലോങ് ടു നോൺ ക്രീമി ലെയർ കാറ്റഗറി എസ് കൊടുക്കുക. അപ്പോൾ എന്നാലേ നമുക്ക് റിസർവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. ഇപ്പോൾ ആവശ്യമില്ല, അഡ്മിഷൻ്റെ സമയത്ത് മതി. ഇപ്പോൾ എന്തായാലും എടുത്ത് വെക്കുക, കാരണം നമുക്ക് KTU BTech ലെറ്റിന് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ ഉള്ളവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇനി ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, അത് വായിച്ച് നോക്കുക. അത് എസ് ആണെങ്കിൽ എസ് കൊടുക്കുക, നോൺ ആണെങ്കിൽ നോ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ പാരൻസ് ക്യുസാറ്റിൽ പെർമനൻറ്റ് എംപ്ലോയി ആണെങ്കിൽ അതിന് ചെറിയ റിസർവേഷൻ ഉണ്ട്. പിന്നെ അതേപോലെ NRI കോട്ട ഉണ്ട്. പിന്നെ CGW എന്ന് പറഞ്ഞിട്ട് അപ്ലൈ അണ്ടർ ചൈൽഡ് ഓഫ് ആൻ ഇന്ത്യൻ ഗൾഫ് വർക്കർ റിസർവേഷൻ എന്ന് പറഞ്ഞിട്ട് കോട്ട ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ സ്പെഷ്യൽ റിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആർമി കോട്ട, എക്സ് സർവീസ് മാൻ, ജു, നേവൽ കാൻഡിഡേറ്റ്, സ്പോർട്സ് കോട്ട, കാൻഡിഡേറ്റ് ഫ്രം ജമ്മു ആൻഡ് കാശ്മീർ. ഇങ്ങനെ ഇതിലിപ്പോൾ ഫിഷർമാൻ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആണെങ്കിൽ അതിൻ്റെ എന്താണെന്നുള്ളത് ഇവിടെ ഡിസബിലിറ്റി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നാലാമത്തെ സ്റ്റെപ്പായി. നാലാമത്തെ സ്റ്റെപ്പിൽ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡാണ്. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സൈസിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും, അതേപോലെ റെസൊല്യൂഷനിൽ പ്രശ്നം ഉണ്ടെങ്കിൽ കാണിക്കും. അപ്പോൾ നിങ്ങളത് അതിൽ പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് അടുത്തത് പ്രോഗ്രാം സെലക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോഗ്രാം, അപ്പോൾ UG ആണ്, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. UG സെലക്ട് ചെയ്യുക. അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കുക. യുവർ ഹയസ്റ്റ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് കൊടുക്കുക, നിങ്ങളുടെ പോളിയുടെ പേര്, യൂണിവേഴ്സിറ്റി ബോർഡ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, കേരള. ഇനി പ്രോഗ്രാം സെലക്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രോഗ്രാം സെലക്ഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ ഡിപ്ലോമ എന്ന് കൊടുക്കുക. ഡിപ്ലോമ എന്ന് കൊടുക്കുമ്പോൾ ഇത്രയും വരും. അപ്പോൾ ഇതിൽ നിങ്ങൾ +2 പഠിച്ചവരുണ്ടാവും, 10th കഴിഞ്ഞ് ഡയറക്റ്റ് വന്നവരുണ്ടാവും, +2 ഹ്യൂമാനിറ്റീസ് പഠിച്ചവർ, കൊമേഴ്സ് പഠിച്ചവർ, സയൻസ് പഠിച്ചവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ സെലക്ട് ചെയ്യും. അപ്പോൾ ഇത് വേണം, എന്താ പറയുക, അല്ലെങ്കിൽ ഇവിടെ ഡിപ്ലോമ 3 ഇയർ ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന് കൊടുത്താലും മതി. ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞവർ, സയൻസ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെയും പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്യാം. ആ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളിവിടെ ഡിപ്ലോമ 3 ഇയർ എഞ്ചിനീയറിംഗ് ടെക്നോളജി ആഫ്റ്റർ +2 ഓർ ഈക്വലന്റ് വിത്ത് മാത്സ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പ്രോഗ്രാംസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് BTech ലെറ്റിനാണ്. അപ്പോൾ ഇനിയിപ്പോൾ +2 ഇല്ലാതെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഡയറക്റ്റ് വന്നവരാണെങ്കിൽ ഡിപ്ലോമ 3 ഇയർ എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന് കൊടുക്കുക, BTech ലാറ്ററൽ എൻട്രി. അപ്പോൾ BTech ലെറ്റിനാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് കൊടുക്കുമ്പോൾ ഇവിടെ വേറെയും പ്രോഗ്രാംസ് വരും. അപ്പോൾ അതിൽ BTech ലാറ്ററൽ എൻട്രി എന്നുള്ളത് സെലക്ട് ചെയ്യുക, എന്നിട്ട് പ്രോഗ്രാം കൺഫേം ചെയ്യുക. അപ്പോൾ ഇവിടെ കൺഫേം പ്രോഗ്രാം എന്ന് കൊടുക്കുമ്പോൾ ടെസ്റ്റ് കോഡ് വരും. അപ്പോൾ ടെസ്റ്റ് ഗ്രൂപ്പ് 1 BTech ലാറ്ററൽ എൻട്രി BLET ടെസ്റ്റ് കോഡ് ഇതാണ് വരുന്നത്. ഇത് സേവ് ചെയ്യുക, സേവ് UG സെലക്ഷൻ, ഓക്കെ സേവ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത ഷോർട്ട് പ്രിവ്യൂ ആണ്. നിങ്ങളെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാം, റിസർവേഷൻ ഡീറ്റെയിൽസ് കാണാം, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ കാണാം, പ്രോഗ്രാം സെലക്ഷൻ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഇത് 4ഉം കാണാം. അപ്പോൾ ഇതൊന്ന് വെരിഫൈ ചെയ്യുക. ഇത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇവിടെ ഡിക്ലറേഷൻ കൊടുക്കുക. എന്നിട്ട് പേയ്മെൻറ്റ് പേജിലോട്ട് പോകുക. എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. 1500 ആണ് പേയ്മെൻറ്റ് വരുന്നത്. ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. പ്രൊസീഡ് ടു പേ കൊടുത്താൽ പേയ്മെൻറ്റ് പേജിലോട്ട് പോകും. അപ്പോൾ പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ സെൻറ്റർ സെലക്ഷൻ ആണ്. അപ്പോൾ സെൻറ്റർ സെലക്ഷൻ എന്നുള്ള പേജ് ഓപ്പൺ ആവും. ഇതിൽ ഔട്ട്സൈഡ് കേരള സെൻറ്ററും കാണിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ സീറ്റുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ക്യുസാറ്റ് ഒരുപാട് എൻട്രൻസ് എക്സാമുകളാണ് ഒരുമിച്ച് നടത്തുന്നത്. ലെറ്റ് മാത്രമല്ല, നിങ്ങളെ കൂടെ തന്നെ LLB എൻട്രൻസ് എക്സാമിലുള്ളവർ, MSc, MCA, അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും സീറ്റുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ സീറ്റ് ഫില്ല് ആയില്ലെങ്കിൽ നോ സീറ്റ് എന്ന് കാണിക്കും. അപ്പോൾ പിന്നെ അടുത്തുള്ള ജില്ലകൾ അല്ലെങ്കിൽ ദൂരെ പോയിട്ട് എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ ക്യുസാറ്റിൻ്റെ എക്സാമിന് അപ്ലൈ ചെയ്യുന്നവർ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സെൻറ്റർ സെലക്ട് ചെയ്യുക, പിക്കെന്ന് കൊടുക്കുക. എന്നിട്ട് അവിടെ പിന്നെ കൺഫേം ടെസ്റ്റ് സെൻറ്റർ സെലക്ഷൻ
ഓക്കെ റിസർവ് കൊടുക്കുക. അപ്പോൾ സെലക്റ്റഡ് സെൻറ്റർ ഇവിടെ കാണിക്കും. പിന്നെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ഫൈനൽ പ്രിവ്യൂ എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടെസ്റ്റ് സെൻറ്റർ പിന്നെ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാറ്റാൻ പറ്റും. പക്ഷേ ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്റർ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ഫൈനൽ ആപ്ലിക്കേഷൻ സബ്മിഷൻ്റെ പേജിലോട്ട് വരും. അവിടെ നിങ്ങളെ നെയിമും രജിസ്റ്റർ നമ്പറും പേയ്മെൻറ്റ് സ്റ്റാറ്റസും കാണിക്കും. ഡിക്ലറേഷനിൽ ടിക്ക് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റാണ് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ നിങ്ങളെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. നിങ്ങളെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ക്യാപ്ചയും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണിക്കും. യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. പിന്നെ ഇവിടെ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ പക്ഷേ നിങ്ങളെ പേര്, നാഷണാലിറ്റി, നിങ്ങൾ സെലക്ട് ചെയ്ത എൻട്രൻസ്, പ്രോഗ്രാം കാറ്റഗറി, ടെസ്റ്റ് സെൻറ്റർ അത് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ടൈം എഡിറ്റ് ചെയ്യാം. നിങ്ങൾ അഡ്രസ്സിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അതൊക്കെ ചേഞ്ച് വരുത്താം. ഓക്കെ. ഇനി ഇവിടെ പിന്നെ ക്യുസാറ്റ് അവിടുന്ന് ബാക്കെൻഡിൽ നിന്ന് അവർ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫൈനൽ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ക്യുസാറ്റ് ലെറ്റിന് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ഇന്നോവേഷൻസ് 15 വർഷമായിട്ട് ബിടെക് ലെറ്റിൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ നടത്തി വരുന്നു. KTU ലെറ്റിൻ്റെയും ക്യുസാറ്റ് ലെറ്റിൻ്റെയും കോച്ചിങ് ക്ലാസ്സുകൾ ഇന്നോവേഷൻസ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നടത്തുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ വരുന്നത് കാലിക്കറ്റ്, തിരൂര്, മഞ്ചേരി. ഇപ്പോൾ എറണാകുളം, ആലുവയിലും ഇന്നോവേഷൻസ് ബിടെക് ലെറ്റിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടത്തി വരുന്നു. ഇനി സെൻട്രൽ ഡയറക്റ്റ് വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പിലൂടെയും ലെറ്റിൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ വർഷവും റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ടോപ്പ് റാങ്കേഴ്സ് എല്ലാം ഇന്നോവേഷൻസിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. അതിൽ ഓൺലൈനായിട്ട് പഠിച്ചവരുണ്ട്, ഓഫ്ലൈനായിട്ട് പഠിച്ചവരുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതിൽ ഈ സ്റ്റുഡൻസിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ആരൊക്കെയാണ് ഓൺലൈൻ, ആരൊക്കെയാണ് ഓഫ്ലൈൻ. അപ്പോൾ രണ്ട് മോഡലും പഠിച്ചവരുണ്ട്. ഇപ്പോൾ ബിടെക് ലെറ്റ് 2022 എടുത്താൽ ഫസ്റ്റ് റാങ്ക് ഓഫ്ലൈൻ ആണ്, സെക്കൻഡ് ഓൺലൈന്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഓഫ്ലൈൻ ആണ്, 6th 9th ഓൺലൈനാണ്. അതേപോലെ ആദ്യത്തെ 100 എടുത്താലും അതിൽ ഓഫ്ലൈനായിട്ട് പഠിച്ച സ്റ്റുഡൻസും ഉണ്ട്, ഓൺലൈനായിട്ട് പഠിച്ച സ്റ്റുഡൻസും ഉണ്ട്. അതായത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് സെയിം ആണ്, കണ്ടന്റ് സെയിം ആണ്, നിങ്ങൾക്ക് തരുന്ന മെറ്റീരിയൽ സെയിം ആണ്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാവും. ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും, എക്സാമുകൾ ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. അത് നിങ്ങൾ കറക്റ്റ് ഓഫ്ലൈൻ ആണെങ്കിൽ സെൻറ്ററിൽ വന്നിട്ട് അറ്റൻഡ് ചെയ്യുക, ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് മൊബൈലിൽ നോക്കിയിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ റാങ്ക് കിട്ടും. ഇപ്പോൾ 2023 ലെറ്റിൽ ഫസ്റ്റ് റാങ്ക് ഓഫ്ലൈൻ ആണ്, സെക്കൻഡ് ഓൺലൈൻ ആണ്. അതേപോലെ ആദ്യത്തെ 10 100 എടുത്താൽ അതിൽ ഈക്വലി ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. ഇനി ലെറ്റ് 2024 ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഓൺലൈനാണ്. അതുവരെ ഫസ്റ്റ് റാങ്ക് ഓഫ്ലൈൻ സ്റ്റുഡൻസിനാണ് കിട്ടിയിരുന്നത്. പക്ഷേ ലെറ്റ് 2024 ഫസ്റ്റ് റാങ്ക് ഓൺലൈനാണ്, സെക്കൻഡും ഓൺലൈനാണ്, തേർഡ് ഓഫ്ലൈന്, ഫോർത്ത് ഓൺലൈന്, ഫിഫ്ത്ത് ഓഫ്ലൈന്, 6th ഓഫ്ലൈന്, 8th ഓൺലൈന്, 9th 10th ഓഫ്ലൈൻ. അപ്പോൾ ഇപ്പോൾ കാണിച്ച റിസൾട്ടൊക്കെ KTU ബിടെക് ലെറ്റിൻ്റെ റിസൾട്ടാണ്. ഇനി ക്യുസാറ്റ് എടുത്തു കഴിഞ്ഞാലും അതിലെ ടോപ്പ് റാങ്കേഴ്സ് എല്ലാം ഇന്നോവേഷൻസിലെ സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്യുസാറ്റ് ബിടെക് ലെറ്റിന് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, ഫോർത്ത് റാങ്ക്, ഫിഫ്ത്ത് റാങ്ക്, 6th റാങ്ക്, 8th റാങ്ക് ഒക്കെ ഇന്നോവേഷൻസിലെ സ്റ്റുഡൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് റാങ്ക് ഓഫ്ലൈൻ ആണ്, സെക്കൻഡും ഫോർത്തും ഫിഫ്ത്തും ഓൺലൈൻ ആണ്, 6th ഓഫ്ലൈൻ ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓഫ്ലൈൻ ഓൺലൈൻ എന്നുള്ളതല്ല, ഇവിടുന്ന് നിങ്ങളെ രണ്ട് മോഡലും നന്നായിട്ട് പഠിപ്പിക്കും. അത് നിങ്ങൾ കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല റാങ്ക് കിട്ടും. അപ്പോൾ ലെറ്റിൻ്റെ കേസിൽ സീറ്റുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ നല്ല റാങ്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല കോളേജിൽ നല്ല കോഴ്സിന് അഡ്മിഷൻ കിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ KTU ബിടെക് ലെറ്റ് എടുത്താൽ അതിൽ ആദ്യത്തെ 10 10ഉം ആദ്യത്തെ 20 20ഉം ഇന്നോവേഷൻസിലെ സ്റ്റുഡൻസ് ആണ്. ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആണ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 6th 7th ഒക്കെ ഓൺലൈൻ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇന്നോവേഷൻസിൽ ബിടെക് ലെറ്റിൻ്റെ കോച്ചിങ് ക്ലാസ്സുകളിൽ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ, ബാക്കി നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഈ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ചെയ്താൽ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, താങ്ക് യു.